ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള HTML സീരീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഓർഡർ ലിസ്റ്റ് എന്താണ്, അതുപോലെ അൺഓർഡർ ലിസ്റ്റ് എന്താണ്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്താണ് എന്നുള്ള ആ ഒരു 3 ലിസ്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അതെങ്ങനെ അതിൻ്റെ ടാഗ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും. അതോടൊപ്പം നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളോ നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി നമ്മുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ബ്രൗസറിൽ കാണുന്ന പോലെ HTML ലിസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓർഡർ ലിസ്റ്റ് എന്താണ് എന്ന് നോക്കാം. നമ്മുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടാഗ് തന്നെയാണ് ലിസ്റ്റ് എന്നുള്ളത്. അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ലിസ്റ്റിലെ അൺഓർഡർ ലിസ്റ്റ് എന്നുള്ള നമ്മുടെ ബ്രൗസറിൽ കണ്ടിട്ട് ഉള്ളതുപോലെ ഓർഡർ ലിസ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓർഡർ ലിസ്റ്റ് എന്നുള്ളത് ഞാൻ അതിൻ്റെ ടാഗ് ഇടുന്നുണ്ട്. ആദ്യം OL എന്നുള്ളതാണ് ഓർഡർ ലിസ്റ്റിൻ്റെതായിട്ടുള്ള ടാഗ്. ഈ ടാഗിനകത്ത് നമുക്ക് ഒരു ലിസ്റ്റ് വൈസായിട്ട് ഓരോ ഐറ്റങ്ങളുടെ പേരുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്പർ 1 2 3 അങ്ങനെയായിട്ട് വരാം. അതുപോലെ തന്നെ ബുള്ളറ്റായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ളതാണ് ഈ ഓർഡർ ലിസ്റ്റ്. ക്രമമായിട്ട് വരേണ്ടതിന് യൂസ് ചെയ്യുന്നതാണ് ഓർഡർ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ലിസ്റ്റിൽ ഇനി എങ്ങനെ ആ ഓരോ ഐറ്റങ്ങൾ കൊടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കുറച്ച് വെജിറ്റബിൾസിൻ്റെ നെയിം കൊടുക്കാം. ഞാൻ ആദ്യം LI എന്നുള്ളൊരു ടാഗ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. OL എന്ന് കൊടുത്ത ടാഗ് ക്ലോസ് ചെയ്ത ശേഷം അതിനകത്ത് LI എന്നുള്ളൊരു ടാഗ്. ഓക്കെ, ഇതിൽ ഞാൻ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാബേജ് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തതായിട്ട് തന്നെ ഞാൻ കോപ്പി ചെയ്ത ശേഷം പൊട്ടാറ്റോ എന്ന് കൊടുക്കുന്നുണ്ട്. സോറി, അതിൽ ടാഗ് കൊടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇത് കോപ്പി ചെയ്ത ശേഷം ഇങ്ങനെ ഒരു 3 4 ഐറ്റത്തിൻ്റെ ഞാനിവിടെ അടുത്ത ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് എന്നുള്ളത്. ഓക്കെ, ഒരു 4 ഐറ്റത്തിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഐറ്റം നമുക്ക് എങ്ങനെ ഒരു ഓർഡർ ലിസ്റ്റ് OL എന്നുള്ളത് ഓർഡർ ലിസ്റ്റിനെ കാണിക്കുന്നതാണ്. ഓർഡർ ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ലിസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന കേബേജ് ആയിക്കോട്ടെ, പൊട്ടാറ്റോ ആയിക്കോട്ടെ, ബീൻസ്, ബീട്രൂട്ട്, ഇതെങ്ങനെ നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേയിൽ വരുന്നു എന്നും നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നോക്കാം. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ്, ഇപ്പോൾ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഈ കാണുന്ന ഓർഡർ ലിസ്റ്റ് എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പേജിൽ ആ കണ്ടൻറ്റ് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം നോക്കിയത്. അതിൽ നോക്കൂ, ഓർഡർ ലിസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ ഇവിടെ നമ്മുടേതായിട്ടുള്ള
കോഡിൽ കൊടുത്തിട്ടുള്ളൂ. OL എന്നുള്ള ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലോസ് ചെയ്തത് ഈ OL. ഇതിനകത്താണ് LI എന്നുള്ള 4 ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ലിസ്റ്റും OL എന്നുള്ള ടാഗിനകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 2 3 എന്നുള്ള ആ ഒരു ക്രമം ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഈ പറയുന്ന ബ്രൗസറിൽ ഓർഡറായിട്ട് വന്നു. ഏതാണോ ആദ്യം വരേണ്ടത് അത് ക്രമമനുസരിച്ച് നമ്മൾ കൊടുത്ത പോലെ വന്നു. ഇപ്പോൾ ക്രമമനുസരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് ടാഗാണ് ഈ പറയുന്ന ഓർഡർ ലിസ്റ്റ്. ഓക്കെ, ഒരു ക്രമമനുസരിച്ച് വരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ടാഗാണ് ഈ പറയുന്ന ഓർഡർ ലിസ്റ്റ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് OL എന്നുള്ള ടാഗ് ആദ്യം കൊടുത്ത ശേഷം ഇതുപോലെ ഇത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം OL എന്നുള്ളൊരു ടാഗ് കൊടുത്തു. ആ ടാഗിനകത്ത് LI എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനകത്ത് കണ്ടൻറ്റ് കൊടുക്കുന്നത് ആണ് നമ്മളുടേതായിട്ടുള്ള ലിസ്റ്റായി വരുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടൻറ്റ് ഈ കാണുന്ന ക്യാബേജ്, രണ്ടാമത്തെ LIക്കകത്തുള്ള കണ്ടൻറ്റാണ് പൊട്ടാറ്റോ എന്നുള്ളത്, മൂന്നാമത്തതുള്ള ബീൻസ് എന്നുള്ളത് വന്നു. ഓക്കെ, ബീൻസ് എന്നുള്ളത് വന്നു, ഞാനത് കട്ട് ചെയ്യുന്നു. അത് അടുത്ത LIക്ക് ബീട്രൂട്ട് എന്നുള്ളത് വന്നു. ഓക്കെ, ഇങ്ങനെ 4 ലിസ്റ്റ് വന്നത് ഇതുപോലെയാണ്. OL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഡർ ലിസ്റ്റ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതിനകത്ത് ലിസ്റ്റായിട്ട് വരുന്ന ആ ഒരു ടാഗാണ്, അതിനകത്ത് ലിസ്റ്റായിട്ട് വരുന്ന ടാഗാണ് ഈ പറയുന്ന, ഞാനിത് ചെറുതാക്കുന്നുണ്ട്, ലിസ്റ്റായിട്ട് വരുന്നതാണ് ഈ LI എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് OL എന്നുള്ള ആ ഒരു ലെറ്റർ കൊടുത്തു. അതിന് അകത്താണ് ഇത് ക്ലോസ് ചെയ്ത ശേഷം അതിനകത്താണ് LI എന്നുള്ള ടാഗ് കൊടുത്ത് അത് ക്ലോസ് ചെയ്യുന്നു. അതിനകത്ത് കൊടുക്കുന്ന കണ്ടൻറ്റ് എന്താണ്, അത് ലിസ്റ്റ് വൈസായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ലിസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഓർഡർ ലിസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇത് ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, അതെല്ലാം അതിൻ്റെതകത്ത് കൊടുക്കുന്ന ടാഗുകളാണ്. അത് നമ്മൾ ഇതിന് മുൻപ് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ലിസ്റ്റ് വൈസായിട്ട് വരുന്ന സമയത്ത് ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഓർഡർ ലിസ്റ്റ് ഓർഡറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 1 2 3 4. അപ്പോൾ ഇതുപോലെ എത്ര ലിസ്റ്റ് വൈസായിട്ട് നമുക്ക് വേണ്ടതാണോ അത്രയും ടാഗുകൾ കൊടുത്തിട്ട് LI കൊടുത്ത ശേഷം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് വൈസായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓർഡർ ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് അൺഓർഡർ ലിസ്റ്റ് എന്താണ് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കോഡിലോട്ട് പോകാം. ഇതിന് പകരം ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്, UL കൊടുക്കുന്നുണ്ട്. ഈ ULനകത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ക്രമമൊന്നും ഉണ്ടാവില്ല, അത് ഒരു ബുള്ളറ്റായിട്ട് വരുന്നതാണ്. ഇവിടെ ഏത് തരത്തിലുള്ള നമുക്കൊരു ഐക്കണാണോ അല്ലെങ്കിൽ ബുള്ളറ്റാണോ വേണ്ടത് ആ തരത്തിലുള്ളതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാബേജ് എന്നുള്ളതൊന്ന്, പൊട്ടാറ്റോ എന്നുള്ളത്, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ തരത്തിലാണ് വരുന്നത്. ഇത് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് CSS ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് നമുക്ക് CSS പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ ഒരു അൺഓർഡർ ലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അൺഓർഡർ ലിസ്റ്റ്, ഇതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല, അതുകൊണ്ടാണ് അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാബേജ് എന്നുള്ളതൊന്ന്, പൊട്ടാറ്റോ, ബീൻസ്, അതുപോലെ ബീട്രൂട്ട്. ഓക്കെ, അപ്പോൾ അൺഓർഡർ ലിസ്റ്റ് ഇതേപോലെ തന്നെയാണ്. ആദ്യം UL എന്ന് കൊടുക്കുക. ആദ്യത്തെ നമ്മൾ ഓർഡർ ലിസ്റ്റിൽ വന്ന സമയത്ത് OL കൊടുത്തു. അതേസമയം അൺഓർഡർ ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ UL എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം അതിനകത്ത് LI കൊടുക്കാവുന്നതാണ്. ഇതിന് മുൻപ് കൊടുത്തിട്ടുള്ള പോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ല. LI എന്നുള്ള ആ ടാഗ് മാത്രം കൊടുത്ത് നമുക്ക് അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടതായിട്ടുള്ളത് ഓർഡർ ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി.
ഇപ്പോൾ രണ്ടാമത്തത് അൺഓർഡർ ലിസ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കേണ്ടതുള്ളത് ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അത് എന്താണ് എന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ തിയറിക്കലായിട്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ കോഡിലൂടെ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളത് DL എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങും അതിനകത്ത് DT എന്നുള്ള ഒരു ടാഗ് കൊടുക്കേണ്ടതാണ്. ഇത് ഡെഫിനിഷൻ ടേം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടേം എന്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഡിസ്ക്രിപ്ഷൻ ടേമിനകത്ത് നമുക്ക് ഈ പറയുന്ന DD എന്നുള്ള ഒരു ടാഗ് കൂടി കൊടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോറി, അതിനകത്ത് ഞാൻ ഓക്കെ, ഇത് നമുക്കൊന്ന് നോക്കാം. ഈ ഡെഫിനേഷൻ ലിസ്റ്റിനകത്ത് DT എന്നുള്ളത് ഡെഫിനേഷൻ ടേം. അത് എന്ത് ടേമാണ്? നമ്മൾ ഇതിന് മുൻപ് വെജിറ്റബിൾ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ കൊടുത്തു. അപ്പോൾ ഈ ടേം എന്താണ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് DT. അപ്പോൾ DL എന്നുള്ള ടാഗിനകത്ത് DT എന്നുള്ള ആ ഒരു ടാഗ് അത് ഡിസ്ക്രിപ്ഷൻ ടേമാണ്. അതെന്ത് ഐറ്റം ആണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആദ്യം ഡെഫിനേഷൻ ലിസ്റ്റിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിനകത്ത് DT എന്നുള്ളത് ഏത് തരത്തിലുള്ള ആ ഒരു ഡാറ്റയാണോ കൊടുക്കുന്നത്, ആ ടേം ഇല്ലെങ്കിൽ ഡാറ്റ ടേം എങ്ങനത്തെയാണോ അതിനെ സൂചിപ്പിക്കുന്നതും, അതിനകത്ത് അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഡാറ്റ ആണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൊടുത്തു, അതിനുശേഷം ഞാൻ അതിനെ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ആദ്യത്തെ അതിൽ ടൊമാറ്റോ കൊടുത്തു, അടുത്തതിൽ പൊട്ടോറ്റോ എന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുത്ത പോലെ തന്നെ ഞാനത് ബീൻസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡിസ്പ്ലേയിൽ വരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ അതെന്തിനെ കുറിച്ചിട്ടുള്ളതാണ് വെജിറ്റബിൾ എന്നുള്ളത്, അതിന് താഴെയായിട്ട് ടൊമാറ്റോ, പൊട്ടാറ്റോ, ബീൻസ്. അപ്പോൾ ഈ വെജിറ്റബിൾ എന്നുള്ള ആ ഒരു ഡെഫിനേഷൻ അതിൻ്റെ സബായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരേണ്ടത് ഈ തരത്തിലുള്ള ഐറ്റങ്ങളാണ് എന്നുള്ളതിനെ കുറിക്കുന്നതാണ് ഇത്. അപ്പോൾ ആദ്യത്തേത് ഓർഡർ ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, രണ്ടാമത്തേത് അൺഓർഡർ ലിസ്റ്റ് എന്താണ് മനസ്സിലാക്കി, മൂന്നാമത്തെ ഡെഫിനേഷൻ ലിസ്റ്റ്. ഈ മൂന്നും നമുക്ക് വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണം ഇപ്പോൾ നോക്കുന്ന സമയത്ത് DL എന്നുള്ളത് ഡെഫിനേഷൻ ലിസ്റ്റ്. അപ്പോൾ അതിനകത്ത് ആ ഡെഫിനേഷൻ ടേം എന്താണ്, അതൊരു വെജിറ്റബിളിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഡെഫിനേഷൻ ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇതിനകത്ത്
ടൊമാറ്റോ, അതുപോലെ തന്നെ പൊട്ടാറ്റോ, ബീൻസ്. ആദ്യത്തതിൽ LI കൊടുക്കുന്നത് പോലെ അതിന്, പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം ആ ഡെഫിനേഷൻ ടേം എന്താണ് എന്നുള്ളതിന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ടാണ് ഈ പറയുന്ന ടൊമാറ്റോ, പൊട്ടാറ്റോ അല്ലെങ്കിൽ ഡെഫിനേഷൻ ഡേറ്റ ഏതാണ് താഴെ കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ ഈ വെജിറ്റബിൾ എന്നുള്ളത് ഈ തരത്തിൽ ഒരു ഇത് വന്നു. അതിൻ്റെ ഡെഫിനേഷൻ ഡാറ്റ അല്ലെങ്കിൽ ടേം ഏതാണോ അതിനെ സൂചിപ്പിച്ചു ഈ കാണുന്ന വെജിറ്റബിൾ എന്നുള്ളത്. അതിനുശേഷം ഡെഫിനേഷൻ ഡേറ്റയാണ് ഈ കാണുന്ന മൂന്നും. ഓക്കെ, ആദ്യം ആ ടാഗ് ഓപ്പൺ ചെയ്യുന്നത് DL എന്നുള്ള ടാഗ് ഉപയോഗിച്ച്, ഈ ടാഗ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് DT എന്നുള്ള ആ വെജിറ്റബിൾ എന്ന് എഴുതിയിട്ടുള്ള ആ ടേമിനെ നമുക്ക് ഈ തരത്തിൽ വേർതിരിച്ച് കാണാൻ കഴിയുകയുള്ളൂ. ഓക്കെ, വെജിറ്റബിൾ എന്നുള്ളത് വേർതിരിച്ച് കാണാൻ കഴിയുകയുള്ളൂ. അതിനകത്ത് വരുന്ന ഡേറ്റയാണ് ഈ കാണുന്ന ടൊമാറ്റോ, പൊട്ടാറ്റോ എന്നുള്ളത്. ഈ തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഓർഡർ ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, രണ്ടാമത്തത് അൺഓർഡർ ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, മൂന്നാമത്തത് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ആദ്യത്തതിൽ രണ്ടിലും UL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺഓർഡർ ലിസ്റ്റ് എന്നുള്ള ഒരു OL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് LI കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓർഡറായിട്ടുള്ള ലിസ്റ്റ് വരുന്നതാണ്. ഇപ്പം ഞാൻ എന്താണോ കൊടുത്തത് ആ ഒരു തരത്തിലുള്ള ലിസ്റ്റ് വന്നു. ഇനി ഇതേ തന്നെ ഞാൻ കോപ്പി ചെയ്ത് താഴെ ഇടുന്നുണ്ട്. അത് അൺഓർഡർ ലിസ്റ്റ് കോപ്പി, അൺഓർഡർ ലിസ്റ്റ് എന്നുള്ളത് UL എന്നാണ്. അതിനകത്തും LI തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഞാൻ ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ ആദ്യത്തത് നോക്കൂ, OL എന്നുള്ളത് ഓർഡർ ലിസ്റ്റിനെ സൂചിപ്പിക്കുന്നത്. അതിനകത്ത് LI എന്നുള്ളത് ആ ലിസ്റ്റ് ഏതാണോ അത് നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ OL എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനകത്താണ് LI എന്നുള്ള ആ ഒരു ലിസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റ വരുന്നത്. ആ കണ്ടൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടൻറ്റ് ഇവിടെ വന്നു ഡിസ്പ്ലേ. ഇത് ഓർഡർ ലിസ്റ്റ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ UL അൺഓർഡർ ലിസ്റ്റാണ്. ഇതിൽ ഈ 1, 2, 3 എന്ന് വരില്ല. അതിലൊരു ബുള്ളറ്റ് ടൈപ്പുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് ഏത് തരത്തിലുള്ളതാണോ അത്. ഇത് കണ്ടോ, ആദ്യത്തതിൽ 1 എന്ന് വന്നു, ഇത് ഓർഡർ ലിസ്റ്റ്. രണ്ടാമത്തതിൽ അതിന് ക്രമമൊന്നും ആവശ്യമില്ല, നമുക്ക് ഏതാണോ കൊടുക്കുന്നത് ആ ലിസ്റ്റ് വൈസായിട്ട് വരുന്നതിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു ബുള്ളറ്റ് വന്നു. ഇത് ഏത് തരത്തിലുള്ള ബുള്ളറ്റ് വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേയിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഓർഡർ ലിസ്റ്റ്, രണ്ടാമത്തത് അൺഓർഡർ ലിസ്റ്റ്, മൂന്നാമത്തത് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 3 ഒരു ഐറ്റങ്ങൾ, ഇല്ലെങ്കിൽ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട 3 ഐറ്റങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളിതൊന്ന് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളോ നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഏവർക്കും താങ്ക്സ്.